അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തോരാതെ പെയ്യുന്ന മഴ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് നുസൈബയുടെ ഉപ്പ. കുറേ നേരമായി വൈകുന്നേരം സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നു. ഉമ്മ അതാ ചൂടുള്ള ചായ ഉപ്പാക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ഇക്ക, ഇത് ചായ. ആ, ചായ. അല്ലിക്ക, നിങ്ങളെന്തോ കുറേ നേരമായല്ലോ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും വൈകുന്നേരം ഒന്നും ഇങ്ങോട്ട് അങ്ങാടിക്ക് ഇറങ്ങിയിരുന്നല്ലോ. ഇപ്പം 2 ദിവസമായിട്ട് അതും ഇല്ലല്ലോ. എത്ര വെയ്യെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നടക്കണമല്ലോ. എടി, നമ്മളെ മോള് വരാനായോ? ഈ ഒന്ന് നോക്ക് സമയം. ആ, മോൾ എത്താനായി തുടങ്ങി. 4:30 ആകുമ്പോഴല്ലേ വീട്ടിലേക്ക് എത്തുക. ഇതാ 4:10 ആയിക്കണ്. ക്ലാസ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് വരുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറ്? ഒന്നും കൂടി നോക്ക് സമയം. നേരം വൈകിക്കണോ നോക്ക്. അല്ലിക്ക, എന്തിങ്ങനെ ടെൻഷന്? ഓളെന്നും വരുന്ന നേരത്തെ എത്തുമല്ലോ ഇവിടെ. പിന്നെന്താ? അല്ലേ, എനിക്കിപ്പോൾ പഴയ പോലെയല്ല. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ തോന്നുകയാണ്. പഠിച്ചോനെ, ഇനിയിപ്പോൾ അതും കൂടെ വേണ്ടിയുള്ളൂ. എന്ത് പറ്റുമെന്ന് നിങ്ങൾ പറയണത്? ഒന്നുമില്ല, എന്നോടൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ റബ്ബേ, നിങ്ങൾ ആ ചായ കുടിച്ചാണേ ചൂടാറിനു മുമ്പ്. മോള് വന്നിട്ട് കുടിക്കാം, അതാ നല്ലത്. എൻ്റെ പൊന്നാരിക്ക, ഓള് വരാൻ ഇനിയുണ്ട് 10-20 മിനിറ്റ്. ഓൾ എന്ന് വരുന്ന നേരത്തെ അല്ലേ? നിങ്ങളിപ്പോൾ തന്നെ ഓളെ കാത്താണ് ഇവിടെ സിറ്റൗട്ടിൽ വന്നിരിക്കുന്നത്. കുറേ നേരമായി പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണം ആലോചിച്ചുകൊണ്ട്. നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നാൽ എങ്ങനെ ശരിയാവുമോ? എടി, അതല്ല, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ എനിക്ക് ബേജാറാണിപ്പോൾ. എന്ത് കാര്യത്തിനാണ് ബേജാറ്? അത് പറയ്. ഹുസൈനാജി അങ്ങനൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിക്ക് വല്ലാത്തൊരു പേടി. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുമോ എന്നുള്ളത്. കാരണം ഓനെന്ന് വെച്ചാൽ പണവും പത്രാസൊക്കെ ഉള്ള ആളാണ്. നമ്മളൊക്കെ ഓനോട് എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചിരിക്കണമെങ്കിൽ അതിനുള്ള പണി ഓൻ തരാനും മടിക്കൂല. ഓന് എന്തിനും പൈസ അറിഞ്ഞാൽ ആൾക്കാരാണ്. അപ്പം എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. അതുമല്ല, ആ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് നടക്കാനും ഉള്ളതാണ്. എനിക്ക് സമാധാനമില്ല. ഞാനൊന്നാണ്ട് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. എൻ്റെ പൊന്നാരക്ക, മഴത്ത് നിങ്ങൾ പോകണ്ട. എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? അല്ല, ഇജ്ജാ കുടം ഇങ്ങോട്ട് എടുത്താ. എന്നാലേ ഈ ചായ കുടിച്ചിട്ട് പോയിക്കോളി. വേണ്ട, ഞാൻ ഓളെ കൂട്ടി കൊണ്ടിട്ടെ. എനിക്ക് സമാധാനമില്ലായിട്ടാണ്. ആ കുടം ഇങ്ങോട്ട് എടുത്തായേ. ദേ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഓളിങ്ങോട്ട് എത്തുവേ. ബസ് ഇറങ്ങിയ ഒരു 10 മിനിറ്റ് നടന്ന് നമ്മളിങ്ങോട്ട് എത്തൂലേ? എന്നോട് ഞാൻ പറഞ്ഞു കേൾക്കണുണ്ടോ? ആ, ഞാൻ കുടയൊക്കെ കൊണ്ടുവരാം. ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിന്ന് പോയി വീഴേണ്ട, മഴയാണ്. ഉമ്മ അതാ കുടയെടുത്ത് ഉപ്പയ്ക്ക് നേരെ നീട്ടുന്നു. ഉപ്പ കുട നിർത്തി ആ മഴയിലൂടെ അതാ ഇറങ്ങി നടക്കുന്നു, നേരെ ബസ് സ്റ്റോപ്പിലേക്ക്. പഠിച്ചോനെ, എന്താ അതിന് പറ്റിയത്? ആകെ ടെൻഷനും പേടിയെല്ലാം കൂടി ഉണ്ടാവേ. കാരണം പെൺകുട്ടിയുടെ കല്യാണം ചോദിച്ച ആൾ ചില്ലറക്കാരനല്ലല്ലോ. അപ്പോൾ പിന്നെ എതിർത്ത് പറഞ്ഞാൽ ആർക്കാരും ദേഷ്യം ഉണ്ടാവും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഒരു പിതാവല്ലേ, അതിൻ്റെ വേദന അതിനല്ലേ അറിയുള്ളൂ. പഠിച്ച റബ്ബ് കാക്കട്ടെ എൻ്റെ കുട്ടീനെ. ഉമ്മയും സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് പോയില്ല. ഉപ്പയും മോളും വരുന്നതും കാത്ത് ഉമ്മ അവിടെ ഇരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. സമയം 4:30 കഴിഞ്ഞു. അവരെ കാണുന്നില്ല. ഉമ്മാക്ക് ബേജാറായി തുടങ്ങി. പഠിച്ചോനെ, ഞാനും ഇറങ്ങിപ്പോയി നോക്കേണ്ടി വരുമോ? എന്താ അത്, വരുന്ന സമയത്തിന് കാണുന്നില്ലല്ലോ. അല്ലാ, ബേജാറാക്കല്ലേ പഠിച്ചോനെ. ഞാനും ഒന്ന് പോയി വയ്ക്കാലോ? വേണ്ട, ഈ 2 പെൺകുട്ടികൾ ഇവിടെ ഇട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയാൽ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ നിന്നിട്ട് സമാധാനമില്ലല്ലോ. എന്താ ഇപ്പം ഞാൻ ചെയ്യുക? മോളെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാലോ? ചെറുതായിട്ട് ഇടിയും പൊട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ബാഗിലൊക്കെ ആണെങ്കിൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബസ്സിലൊക്കെ വേണം, തിരക്കായിരിക്കും. എന്തൊക്കെയാണാവോ പഠിച്ചോനെ. നുസൈബയുടെ ഉമ്മ പുറത്തേക്ക് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അല്ലാ, വരുന്നത് കാണുന്നില്ലല്ലോ. സമയം 4:45 കഴിഞ്ഞു. ഉമ്മാക്ക് അവിടെ നിന്നിട്ട് നിൽക്കപ്പുറതി ഉണ്ടായില്ല. ഉമ്മ മക്കളെ വിളിച്ചു. മക്കളെ. ആ 2 പെൺകുട്ടികളും അങ്ങോട്ട് വന്നു. എന്തോ ഉമ്മ? മക്കളെ, ഉമ്മ ഇപ്പോൾ വരട്ടോ, നിങ്ങൾ അകത്തേക്ക് കുറ്റിയിട്ട് നിന്നോളി. പിന്നെ ആര് വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞാലും എൻ്റെ കുട്ടികൾ തുറക്കരുത് കേട്ടോ. എൻ്റെ കുട്ടികൾ അകത്തേക്ക് കുറ്റിയിട്ടോളി. ഞാനും
ഒന്ന് പോയി നോക്കട്ടെ. നിങ്ങളെ നുസിത്ത വരുന്നേ കാണുന്നില്ല. അതോ ഇനി മഴ ആയതുകൊണ്ട് കുടയില്ലായിട്ട് അവിടെ നിൽക്കുകയാണോ ഒന്നും അറിയില്ല. ഉമ്മ കുട ഒന്നിട്ട് പോയി നോക്കട്ടെ. മക്കളെ വാതിലടിച്ചോളി, ഉമ്മ ഇപ്പം വരാം. ആ മഴയിൽ അതാ ഉമ്മയും ഇറങ്ങി നടക്കുന്നു, ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട്. ഇതുവരെ ആ ടെൻഷനിലായിരുന്നു. ഇപ്പോൾ അയാൾ ആ കല്യാണം ആലോചിച്ചതിന് ശേഷമാണ് പേടി തുടങ്ങിയത്. ഒന്നിനും മടിക്കാത്തവരല്ലേ, എല്ലാത്തിനും ഓരോരുത്ത് പണം ഉണ്ടല്ലോ വാരി എറിയാനേ. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ, അനക്കുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഫോൺ വെച്ചത്. പഠിച്ചോനെ കാക്കണേ, എൻ്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല, എനിക്കാണെങ്കിൽ 3 പെൺമക്കളും. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് സമാധാനമല്ല. എൻ്റെ കുട്ടീൻ്റെ ഭർത്താവാണെങ്കിൽ ഓളെ ഉപേക്ഷിക്കുകയും ചെയ്തു. അല്ലാ, എൻ്റെ ഒരു ജീവിതം. ഉമ്മ അതാ വേഗം വേഗം നടക്കുന്നു. പാതി വഴിയിലെത്തിയപ്പോൾ അതാ ഉപ്പയുടെ കുടയിൽ നുസൈബയും കൂടി വരുന്നു. അല്ലാ, അൽഹംദുലില്ലാ. മോളെ, എന്തായിരുന്നു ഇത്ര വൈകിയത്? ഉമ്മ, നല്ല ബ്ലോക്കായിരുന്നു, പിന്നെ മഴയല്ലേ, പിന്നെ ബസ്സിൽ നല്ല തിരക്കും, അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് അങ്ങ് വൈകി. പഠിച്ചോനെ, സമാധാനമില്ലായിരുന്നു. ഓ, വേഗം നീ പോരി. ആ 2 പെൺകുട്ടികളെ വീട്ടിൽ ആക്കിയിട്ട് പോന്നിക്കാണ്. ഉപ്പ ഉമ്മയോട് പറഞ്ഞു, ഈ എന്ത് പണിയാണ് കാട്ടിയത്? ആ പെൺകുട്ടികൾ അവിടെ ഒറ്റക്കിട്ടാണോ ഈ പോകുന്നത്? കാലം ഏതാണെന്ന് എനിക്കറിയില്ല. ചെല്ല് വേഗം. ഇക്ക, ഒരു സമാധാനം ഇല്ലായിട്ട് ഇറങ്ങി തിരിച്ചാണ് ഞാൻ. നിങ്ങളും കാണാനില്ലാതായേ, അതെനിക്ക് പേടി. മറ്റേത് വേഗം കാണുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെയും കാണാനില്ല. അപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നതാണ്. സമാധാനം ഇല്ലായിരുന്നു മനസ്സിക്ക് 2 ദിവസമായിട്ട്. എന്തമ്മ ഇത്ര പേടിക്കാനേ? നുസൈബ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല മോളെ. ഉപ്പ ഉമ്മയോട് കണ്ണുറുക്കി കാണിച്ചു കൊടുത്തു പറയണ്ട എന്നുള്ളത്. കാരണം അവൾ ഒട്ടും അറിഞ്ഞിട്ടില്ല തന്നെ കല്യാണം കഴിക്കാൻ വന്ന ആളാണ് തന്നെ കാണാൻ വന്ന ആ ഹുസൈനാജി എന്ന്. അവളോട് പറഞ്ഞിരുന്നത് അവരുടെ മകനാണ് കല്യാണം കഴിക്കാൻ വേണ്ടി വരും എന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ഇത് പിന്നെയല്ല അയാൾ പറഞ്ഞത്. ഈ രഹസ്യം ഒരിക്കലും അവളോട് പറഞ്ഞു പോവരുത്, ഉപ്പ ഉമ്മയോട് മുൻകൂർ പറഞ്ഞു. നുസൈബ അതാ ഹിജാബ് അഴിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ അവളുടെ മുടിയാകെ നനഞ്ഞിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ, ഇതൊക്കെ ഒന്ന് കെട്ടഴിച്ചയ്യേ കൊണ്ടാ തോത്തിത്തരാം. ഇനിയിപ്പോൾ നീരിറങ്ങി പനിയൊക്കെ പിടിച്ചാൽ അതും ആയി. പിന്നെ എക്സാമൊക്കെ എഴുതാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. വേഗം വാ. ഉമ്മ തോർത്തെടുത്തുകൊണ്ട് അതാ നുസൈബയുടെ തല തോർത്തി കൊടുക്കുന്നു. മോളെ, ഈ മുടി കുറച്ചങ്ങോട്ട് നമുക്ക് വെട്ടിക്കളഞ്ഞാലോ? എന്നാൽ പിന്നെ ഇത്രയും ഇങ്ങോട്ട് നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെച്ച് പോകണ്ടല്ലോ. അഴിച്ചിടാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് പറ്റൂലല്ലോ. അല്ലാതെ ഇതിങ്ങനെ. ഉമ്മ, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇതിപ്പോൾ ഇങ്ങനെ നനഞ്ഞിട്ടാണ് മോളെ. എന്നാലും എൻ്റെ മോൾക്ക് എത്ര മടക്കാക്കിയിട്ട് കെട്ടണ മുടി? കുറച്ച് വെട്ടിയാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മടക്കി കെട്ടിയാൽ തന്നെ മതിയല്ലോ. ഇതിപ്പോൾ ഇതാ മടക്കി അത്യാവശ്യം ഉള്ളുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല. ഉമ്മ, അതിനല്ല ഞാൻ എൻ്റെ മുടി ഇങ്ങനെ കുളി കഴിഞ്ഞിട്ട് അഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നത്. ആ മോളെ, ഇതാ നല്ല ചൂടുള്ള ചായ കുടിക്കേ. ഉപ്പ നേരത്തെ കുടിക്കാതെ പോയി. ഉപ്പാക്ക് സമാധാനമില്ലേ അന്നെ കാണായിട്ട്? ഉമ്മ, എന്താ ഇപ്പം ഞാൻ ചെയ്യുക? എനിക്കാണെങ്കിൽ ഫോൺ എടുക്കാനും വയ്യ, ചെറുതായിട്ട് ഇടിയുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടെ ആയിട്ട് ബസ്സിൽ തിരക്കും ബ്ലോക്കും ഒക്കെ ആയിട്ട് ആകെ ഒരു കഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാഞ്ഞത്. മോളെ, ഇനി അങ്ങനെ നേരം വൈകുകയാണ് എൻ്റെ കുട്ടി ബേജാറാക്കരുത് കേട്ടോ. ഇമ്മ, ഇല്ല, എന്ന് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഉപ്പ നിൽക്കണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, പഠിച്ചവനെ പാവം എൻ്റെ ഉപ്പ കാണാനായിട്ട് കാത്തിരിക്കുകയായിരിക്കുന്നു. നുസൈബ ചായ കുടിക്കുന്നു. നുസൈബ എന്തോ ഒരു മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് അവൾക്ക്. ഉമ്മ ചോദിച്ചു, അല്ല പെണ്ണെ, ഇന്നെന്താ മുഖത്തൊക്കെ നല്ലൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ടല്ലോ? ഹേയ് ഉമ്മ, ഒന്നുമില്ല, ക്ലാസ്സിലത്തെ ഓരോ വിഷയങ്ങളൊക്കെ ആലോചിച്ചിട്ടേ. എന്താ അതിന് മാത്രം രസകരമായതൊക്കെ നടന്നോ? അല്ല, അത് അങ്ങനെയല്ലേ, എൻ്റെ ഫ്രണ്ടില്ലേ ഷിഫ, ഓൾ ഓരോ തമാശകളൊക്കെ കേട്ടിട്ട്. എന്ത് തമാശയടി ഇത്രമാത്രം അവൾ പറഞ്ഞത്? അതൊക്കെ ഉണ്ടുമ്മ, ഓൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് പറ്റി. ആയിക്കോട്ടെ, എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാണ്, അത്രക്കും നല്ലതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലേ ഷിഫ? ആ അമ്മ ഇന്നാൾ ഇങ്ങോട്ട് വന്നില്ലേ, എന്നെ വലിയ കാര്യമാണ്, എന്നെ കുറച്ച് വലിയ വേദനയാണ്. മറ്റുള്ളവരൊക്കെ എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൾക്കത് ഇഷ്ടമല്ല, അവളാണ് അതിനെതിരെ പറയാറുള്ളത്. മോളെ, ഒരു കൂട്ടുകെട്ട് അതെപ്പോഴും നല്ലതാണ്. നല്ലൊരു കൂട്ടുകെട്ട് കിട്ടുക പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഉമ്മ, ഷിഫ നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലൊരു കുട്ടിയാണ് അവൾ. അവളമ്മ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ ഫുഡ് ലഞ്ചിൻ്റെ സമയത്തൊക്കെ അവളും എനിക്കത് ഷെയർ ചെയ്യും.
ഞാൻ എൻ്റെതും കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പഠിച്ചോനെ ഹയറാണെങ്കിൽ അത് നിലനിർത്തി തരട്ടെ പഠിച്ചോന്. ഉമ്മ അതിന് അവൾക്ക് പഠിക്കാൻ അങ്ങനെ അത്ര എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ വരുന്നുണ്ടെങ്കിലും അവൾ പറയണത് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, എനിക്കൊന്നും കിട്ടൂല, സീറ്റ് കിട്ടൂല, റാങ്കൊക്കെ വളരെ ബാക്കിലായിരിക്കും, അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലടി അങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്ക് പ്രതീക്ഷയുണ്ടല്ലോ, എന്തൊക്കെ തന്നെയായാലും എന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ നീ മറക്കരുത് കേട്ടോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയും. അതെന്താ, പഠിച്ചാൽ എല്ലാവർക്കും കിട്ടൂലേ? അതിനുമ്മ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു താല്പര്യക്കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ശരിയാണടി, എന്തായാലും അവളും വിജയിക്കട്ടെ, എല്ലാവരും വിജയിക്കട്ടെ. കാരണം എല്ലാവരും പൈസ കൊടുത്ത് പഠിക്കണോലാണ്. അതുമല്ല എല്ലാവരും അമ്മമാർക്കും ഉപ്പാർക്കും ഒരുപാട് പ്രതീക്ഷയോടായിരിക്കും ഈ കോച്ചിങ്ങിനൊക്കെ ചേർത്തുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഫെയിലാകുക എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ ഫെയിലാവൂല, എന്നാലും പക്ഷെ സീറ്റ് കിട്ടാൻ പ്രയാസമാണ്, നല്ല റാങ്ക് തന്നെ വേണം, എന്തെങ്കിലും തന്നെ കിട്ടുള്ളൂ. ആ അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഉമ്മക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ലേ, അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെയൊക്കെ പറയണത്. ഉമ്മ ഇനി ഞാൻ പഠിക്കല്ലേ, എൻ്റെ ഉമ്മ ഒക്കെ പഠിച്ചോളൂ. നുസൈബ റൂമിലേക്ക് പോയി. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അവൾക്ക് നിസ്കരിക്കണം, പഠിക്കണം, അങ്ങനെ പലതുമുണ്ട്. ഉമ്മ അവളോട് പറയും, മോളെ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ, മിസ്സാക്കരുതേ, നമുക്ക് ഇനിയൊരു ചാൻസ് ഇതുപോലെയൊന്നും കിട്ടൂല. ഉപ്പ വീണ്ടും അവിടെ ആലോചനയിലാണ്. ഉപ്പ അവിടെ ഇരിക്കുമ്പോൾ ഉമ്മ അങ്ങോട്ട് ചെന്നു. എന്തേ പിന്നെയും തുടങ്ങിയോ? മോളിവിടെ എത്തിയില്ലേ? ടെൻഷനൊക്കെ മാറിയില്ലേ? പിന്നെ എന്താ നിങ്ങൾക്ക് ഇനിയും ആലോചിച്ചിരിക്കണേ? എടി അതല്ല. എന്തേ? എൻ്റെ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ, എനിക്ക് പണിക്ക് പോകണ്ടേ? പഠിച്ചോനെ അതൊക്കെ പോകാം, നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഉണ്ടല്ലോ, അരി സാധനങ്ങളൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിരിക്കണേ, പിന്നെ ഇപ്പം എന്താ, അതുകൊണ്ട് മാത്രം കഴിഞ്ഞാൽ പോരല്ലോ. പിന്നെ നുസൈബാൻ്റെ അവിടുത്തെ അമ്മ ഓളെ ഫീസും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കണോണ്ട് അതിൻ്റെ ബേജാറ് ഞമ്മക്കില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, റേഷൻ കടയിൽ നിന്ന് കുറച്ച് അരിയും ഗോതമ്പും കിട്ടിയതുകൊണ്ടായില്ലല്ലോ, ബാക്കി ചിലവുകളൊക്കെ ഉണ്ടല്ലോ. അതെ, നമുക്ക് എങ്ങനെയാച്ചാണ്ട് കഴിഞ്ഞു പോകാം, അല്ല അപ്പം എന്താ ചെയ്യണേ? ഞാൻ പണിക്ക് ഇറങ്ങട്ടെ നാളെ മുതൽ. ഇക്ക നിങ്ങളെന്താ ചെയ്യണേ? ഇനിയും അങ്ങോട്ട് തന്നെ പണിക്ക് പോവുകയാണോ? ഞാൻ പിന്നെ എന്താ ചെയ്യുക, വേറെ എങ്ങോട്ട് പോവാനാ? അവിടെ അല്ലേ ആദ്യം തന്നെ ശീലമായത്, അവിടെ പണിയെടുത്ത് അവിടുന്ന് കിട്ടുന്ന പൈസ ആയിട്ടില്ല എൻ്റെ മക്കളെയും നിങ്ങളൊക്കെ പോറ്റണേ ഞാൻ. പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല, കാരണം എൻ്റെ കുട്ടീനെക്കുറിച്ച് അങ്ങനെ തെറ്റായ രീതിയിലൊക്കെ ഓൻ ചിന്തിച്ച് ഓന് പലതും സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഇല്ല, ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല, വേറെ എവിടേക്കെങ്കിലും പണിക്ക് പോയാലും വേണ്ടിയില്ല. അതിനിപ്പോൾ നാടൻ പണിയൊക്കെ എവിടുന്ന് കിട്ടാനാ? അവിടെ ആകുമ്പോൾ ആ തോട്ടത്തിൽ എങ്ങനെ പണിയെടുത്ത് കഴിയുമായിരുന്നു. അത് കേട്ട് ഉമ്മാക്കും വിഷമമായി. പഠിച്ചോനെ പറയുമ്പോൾ തന്നെ എന്താന്ന് ചെയ്യുക, എനിക്കാണെങ്കിൽ പുറത്ത് പോയി പണിയെടുത്തും പരിചയമില്ല. ചില ആളുകളാണെങ്കിൽ ചില വീട്ടിലൊക്കെ പണിക്ക് പോയിട്ട് അങ്ങനെ അവിടുന്ന് എന്തെങ്കിലും കിട്ടും. ഇതിപ്പോൾ എനിക്ക് അതിനുള്ള അത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, മൂപ്പര എന്നെ അങ്ങനെയൊന്നും വിട്ടിട്ടില്ല. ഉള്ളതുകൊണ്ട് ഇവിടെ ഞാനും കുട്ടികളും ഒക്കെ കണ്ട് കഴിഞ്ഞു പോവാണ്, ഒരു പണിക്കും ഒന്നിനും വിട്ടിട്ടില്ല, അത് ഇഷ്ടമില്ല. ഒരാളെ വീട്ടിൽ പോയി പണിയെടുക്കുക, അല്ലെങ്കിൽ പുറത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട് കാട് വെട്ടാൻ പോണ്, അതുപോലെ തന്നെ വീട്ടിലേക്ക് സഹായിക്കാൻ പോണ്, ഇതുവരെ പോയിട്ടില്ല. പിന്നെ കുറേ പെണ്ണുങ്ങൾ കാണാൻ തൊഴിലുറപ്പിനൊക്കെ പോണ്. എന്നാലെങ്കിലും ഒരു 10-300 റുപ്യ ദിവസം കിട്ടിയാൽ എന്തെങ്കിലും പച്ചക്കറി മീനും വാങ്ങാനെങ്കിലും കിട്ടുമല്ലോ. ഇക്ക നിങ്ങൾ വിഷമിക്കണ്ട, പഠിച്ചോണ്ടല്ലേ നമ്മളെ കൂടെ, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വഴി ഉണ്ടാവും. എടി എന്ത് വഴി? ഇനി ഞാൻ എവിടെ പോകാനാ, എനിക്കറിയുന്നില്ല. ഇപ്പാണെങ്കിൽ മഴയും തുടങ്ങി, എന്ത് പണിയാ എടുക്കുമെന്ന് എനിക്ക് അറിയണില്ല. ഉള്ള ആരോഗ്യം വെച്ച് എൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ട എനിക്ക്. ഞാൻ പറഞ്ഞില്ലേക്കാ, നമുക്ക് അരി കിട്ടുന്നുണ്ടല്ലോ മാസത്തിൽ, അപ്പോൾ അതിക്കെങ്കിലും താഴ്ചത് എന്തെങ്കിലും കൂട്ടിക്കാണ്ട് നമുക്ക് ചോറുന്നാം. മുറ്റത്ത് മുരിങ്ങൻ്റെ മരമുണ്ട്, അതിമന്ന് 2 ഇല്ലി താഴ്ച് അങ്ങനെ നമുക്കാണ് കഴിയുക. അല്ല എന്താ കാട്ടണേ, നമുക്ക് മരുക്കളൊന്നും വരാനില്ലല്ലോ, നമുക്ക് നമ്മളെന്നല്ലോ. എടി വളർന്നു വരുന്ന പെൺകുട്ടികളല്ലേ, നമ്മൾ പെണ്ണൊക്കെ എത്ര സുഖത്തിൽ കഴിഞ്ഞതാണ് അവിടെ, ഓളൊക്കെ ഇനിയും ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ അതൊന്നും സാരില്ലാന്നേ. പിന്നെ ഇക്ക നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തോളാം, അങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടുമല്ലോ. എന്ത് കാര്യം ഈ പറയണത്? ഇക്ക നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ
ഞാൻ എത്രയോ പെണ്ണുങ്ങൾ ഇതിൽ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അങ്ങനെ ഞാൻ പോയാലോ? അങ്ങനെ ആകുമ്പോൾ ഒരു 10-300 ഉറുപ്പെങ്കിലും കിട്ടിയാൽ അതായില്ലേ. എന്നെക്കൊണ്ട് കഴിയണ മാതിരി ഞാൻ കാട്ടിക്കൂട്ടിക്കോളാം. ഈ എന്താ പറയണത്? പുറത്ത് പണിക്ക് പോവേ ആ ആൾക്കാരടി കൂടെയൊക്കെ? അന്നെ ഇതുവരെ ഞാൻ അങ്ങനെ വിട്ടിക്കണോ പൈസ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ? നിങ്ങൾ ദേഷ്യപ്പെടില്ലേ? ഞമ്മക്ക് വേണ്ടിയിട്ടെന്നല്ലേ. ഇങ്ങൾക്കിപ്പോൾ കഴിയാത്ത ഈ അവസ്ഥയിൽ, പണി ഇല്ലാത്ത അവസ്ഥയിൽ എന്തപ്പോൾ ചെയ്യുക? ആജിയരോട് അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു ചെയ്തോ. പിന്നെന്താ, എൻ്റെ കുട്ടിനെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കണം എന്ന് ഈ പറയണത്? ഒരിക്കലുമില്ല. ആത്മാഭിമാനം പണിയാൻ ഞാൻ വെക്കാറില്ല, വെച്ചിട്ടുമില്ല. ഹേയ്, എന്താന്നല്ലേ, പൈസക്കും വേണ്ടിയും പണത്തിനും വേണ്ടിയും എൻ്റെ കുട്ടീനെ ആ തന്തനെ കൊണ്ട് കെട്ടിക്കേ. എന്ത് ഈ പറയണത്? അതല്ല ഞാൻ പറഞ്ഞത്. അല്ലേ, അയാളോട് പറഞ്ഞേ കുറച്ച് കൂടി പോയോന്ന് പറയാനുള്ളത് ഞാൻ പറയും. എൻ്റെ മക്കളെ കുറിച്ച് അങ്ങനത്തെ അനാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ പറയാതിരിക്കാൻ പറ്റൂല. എന്താ എൻ്റെ കുട്ടിക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? ആ ഹിജാബ് മാറ്റിയിട്ട് എൻ്റെ കുട്ടി ഇതിൽ സ്കൂൾ കണ്ട് പോയാൽ മതി, ആൾക്കാർ പിന്നാലെ വരും. അത്ര സൗന്ദര്യം എൻ്റെ കുട്ടിക്ക് പഠിച്ചോന്ന് തന്നിക്കണ്. അപ്പം പിന്നെ നമ്മളെന്തിനാ അങ്ങനെ കൽപ്പിച്ചു വിട്ട് ഓരോന്നിൽ വികാൻ നിൽക്കണേ? ഇക്ക, അതൊക്കെ ശരിയാണ്, സൗന്ദര്യമുണ്ട് എന്ന് കരുതി നമ്മളെ കുട്ടികളെ ആർക്കും കാട്ടി കൊടുക്കാഞ്ഞാൽ പറ്റൂലല്ലോ. കാട്ടി കൊടുത്തില്ലേ, സമാധാനമായല്ലോ. ഇക്ക, നമ്മളെന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ അങ്ങനൊരു ചതിയാണ് ചെയ്യണമെന്നുള്ളത്. അയാൾക്കാണ് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, അയാളെ മോൻക്ക് എന്നുള്ള നിലക്കല്ലേ. അങ്ങനെ തന്നെയാണ് ഓരോന്ന് ചതിപ്പെടുക. പിന്നെ നമ്മൾ മോനാണെന്ന് കരുതി കെട്ടിച്ച് കൊടുത്താൽ പഠിച്ചോനെ, എനിക്ക് ആലോചിക്കാനും കൂടി കഴിയണില്ല. പിന്നെ അയാളുടെ അടുത്തേക്ക് ഞാൻ ഇനി പോകണമെന്നില്ല, എനിക്ക് പണി വേണ്ട, എന്നാലും വേണ്ടില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി പണിയെടുത്തോളാം, എന്നാലും അങ്ങോട്ട് ഞാൻ പോവില്ല. എന്നാലും ഓൻ്റെ മനസ്സ് തോന്നിയൊരു എനിക്ക് ആലോചിക്കാനേ കഴിയണില്ല. ആ മജീദ് ഇങ്ങനെ പറ്റിക്കുന്ന് ഒരിക്കലും വിചാരിച്ചതുമില്ല. ഇക്ക പറയും, നിങ്ങൾ പ്ലാൻ എന്താ പറയും? ഞാൻ പറഞ്ഞില്ലേ, തൊഴിലുറപ്പിന് ഞാൻ ഇറങ്ങിക്കോളാം, എന്നാലും വേണ്ടില്ല, നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇറച്ചി മീനും വാങ്ങിക്കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ കാട്ട് നമ്മൾ? ഈ അവിടെ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോ നിന്നോടുത്ത്? ഇതുവരെ ഈ ഇറങ്ങിയിട്ടില്ലല്ലോ, ഇറങ്ങേണ്ടി വന്നിട്ടില്ലല്ലോ. അത് ഇറങ്ങാനാവുമ്പോഴല്ലേ അപ്പം ഞാൻ പറയണ്ട്. ഇപ്പോഴാ ഞാനുണ്ട്, എൻ്റെ ഈ ശരീരത്തിലെ ജീവനുള്ളിടത്തോളം കാലം ഈ നയിച്ചിടന്ന് കണ്ട് പോറ്റേണ്ട ആവശ്യമില്ല. എനിക്കത് ഇഷ്ടമില്ല. പഠിച്ചവനെ അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഇക്ക, നിങ്ങൾ പറയണൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ നല്ലോണം തീറ്റി പോറ്റിയില്ലേ, ഇതുവരെ നയിച്ചിക്കണ്. എത്ര ചെറുപ്പം മുതലാണ് തുടങ്ങിയതാണ്, ഇപ്പോഴല്ലേ നിങ്ങൾക്ക് വയ്യാതൊക്കെ ആയതും ഇങ്ങനെയൊക്കെ ആയത്. ഇനിയിപ്പോൾ വയ്യാതാകുമ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കത് ആലോചിച്ചുകൂടാ. അന്നെ ഞാനെന്താ കൂലിപ്പണിക്ക് പറഞ്ഞേക്കേ? ഈ എന്താ വിചാരിച്ചത്? എൻ്റെ നുസൈബാനെ ഞാൻ ആ ഒരു പ്രായത്തിൽ കെട്ടിച്ചയച്ച തന്നെ ഒന്നുകൊണ്ടുമല്ല, ഒന്നും കൊണ്ടും കഷ്ടപ്പെടരുത്, നല്ല ഭർത്താവിൻ്റെ അടുത്ത് എത്തിക്കിട്ടിയാലേ നല്ല രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഓൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. അല്ലെങ്കിൽ എൻ്റെ കുട്ടി എത്ര രാജകുമാരിയായി ജീവിക്കേണ്ടതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ പുറത്തേക്ക് പണിക്ക് പോണത് ഇഷ്ടമേ ഇല്ല. എൻ്റെ മനസ്സിലതാണ്. എൻ്റെ കുട്ടി പിന്നെ പോണത് ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് നല്ലൊരു പഠനത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ വേറെ എന്തൊരു പണിക്കും എനിക്കിഷ്ടമില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തപ്പോൾ ചെയ്യാം, ഇപ്പോഴത്തെ കാലം അങ്ങനെയൊക്കെയല്ലേ. പെൺകുട്ടികൾക്കായാലും അങ്ങനത്തെ നല്ല ജോലി അത് കിട്ടാഞ്ഞാലും ബുദ്ധിമുട്ടാണിപ്പോൾ. പക്ഷേ ഈ പറഞ്ഞ ജോലി ഉണ്ടല്ലോ, അതിനൊന്നും ഒരിക്കലും ഞാൻ എന്നെ വിടൂല കേട്ടോ. എനിക്കത് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. ഇക്ക, നിങ്ങളെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങളാരും പുറത്തിറങ്ങി പണിക്ക് പോകണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അതല്ലേ? അതാണ് എനിക്ക്, ഞാൻ തന്നെ നയിച്ചു കൊടുന്ന് പോറ്റണം, അതാണ് എനിക്കിഷ്ടം. നിങ്ങളൊന്നും പുറത്തിറക്കണം എനിക്കിഷ്ടമേ ഇല്ല. ഇക്ക, എന്തപ്പോൾ ചെയ്യാം? എന്തായാലും നമ്മളെ മോള് പഠിക്കട്ടെ, പഠിച്ചെന്തെങ്കിലുമൊക്കെ ആട്ടെ, എന്തെങ്കിലും നമുക്ക് ഇനി കാര്യമുള്ളൂ. അതിനൊക്കെ ഇനി എത്ര കൊല്ലം വേണം? ഞാൻ നാളെ പണി അന്വേഷിച്ചൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ ആയില്ലേ, നാളെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അവിടെ ആ അങ്ങാടിയിലൊന്ന് പോയിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോവാലോ. തൻ്റെ ഭർത്താവിൻ്റെ ദയനീയാവസ്ഥ കണ്ട് ഉമ്മ ശരിക്കും സങ്കടപ്പെട്ടു. പഠിച്ചോനെ, ഇദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യും റഹ്മാനെ. കാരണം അതുകൊണ്ടേ കാര്യമുള്ളൂ, അല്ലാതെ എനിക്കൊന്നും അങ്ങനെ പോയി ശീലമായിട്ടുമില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞാണ്,
തൊഴിലുറപ്പുകാരൊപ്പം ഒന്ന് ആ കത്തിയിട്ടൊന്ന് പോയി ഓലെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിയെടുത്താലും പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിച്ചോനെ എനിക്കതിനൊന്നും പോതില്ല പഠിച്ചോനെ, അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുമില്ല. മരിക്കോളം എൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം, അദ്ദേഹത്തിൻ്റെ ചിലവിൽ. വേറൊന്നും ഞാൻ ആലോചിക്കണമെന്നില്ല. ഉമ്മ ഉപ്പയെ ആശ്വസിപ്പിച്ചു. പിന്നെ നിങ്ങൾ ടെൻഷൻ ആവില്ലട്ടോ, പഠിച്ചോനല്ലേ വലുത്, ഒരാളെ കണ്ടിട്ട് ഒരാളെ പടക്കൂലല്ലോ. ഇനിയിപ്പോൾ ഹുസൈനാജ് നിങ്ങളെ പണിയെന്നൊക്കെ പിരിച്ചു വെട്ടു എന്ന് വിചാരിച്ചിട്ടും എന്തായാലും പഠിച്ചോനാണ് നമുക്കുള്ള അന്നം വെള്ളവും കണക്കാക്കുന്നത്. അത് എവിടെയാണെങ്കിലും നമ്മൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ കാലാകാലം അതിൻ്റെ തോട്ടത്തിൽ തന്നെ പണിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതും ഒരു പക്ഷേ പഠിച്ചോൻ്റെ പണി തന്നെ ഇക്കാരം. എത്ര ആയിപ്പോൾ അവിടെ നിൽക്കണേ, എന്തെങ്കിലും ഇപ്പോൾ അയാൾ കൂട്ടി തന്നിക്കണോ? നിങ്ങൾ എത്രയേ അവിടെ നയിച്ചിക്കണേ. രാവിലെ ഉണ്ട് പോയിട്ട് വൈകുന്നേരം വരും. നോമ്പിനാണെങ്കിൽ സുബഹി നിസ്കരിച്ചാണ്ട് ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾ ആ നട്ടുച്ചയ്ക്ക് 2 മണിക്കാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. എന്നാലും എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ഏറെ കൂലി എന്തെങ്കിലും തരുമേ, അങ്ങനെ എന്തെങ്കിലും അയാൾ തന്നിക്കണോ? കറക്റ്റായിട്ട് ആ ഒരു പൈസ അല്ലേ തരുള്ളൂ, പണിയെടുത്ത പൈസ മാത്രം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിറ്റോ അല്ലെങ്കിൽ അരിയോ എന്തെങ്കിലും ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, നിങ്ങളിപ്പോൾ എത്രയായി അതിൻ്റെ ഒപ്പം അങ്ങനെ ജോലിക്ക് നിൽക്കണേ. ഒരു നോമ്പിനോ അല്ലെങ്കിൽ ഒരു പെരുന്നാക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം അയാൾ ചെയ്തിക്കണേ നമുക്ക് വേദനേനോ. ഇത് നിങ്ങൾ പണിയെടുത്തതിൻ്റെ കറക്റ്റ് കൂലിയല്ലേ, നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറാവാനേ? എന്നാലും ആ നുസൈബാൻ്റെ നമ്മളെ മോളെ കെട്ടിച്ച പെരക്കാരിട്ടോ, എൻ്റെ അമ്മ, ആ ഉമ്മാനൊക്കെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. കാരണം അത്രക്കും അതൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിക്കണേ, അതൊക്കെ മറക്കാൻ പറ്റില്ല. അതിൻ്റെ മോൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിലും ആ അമ്മ വല്ലാത്തൊരു ഉമ്മയാണ്. പഠിച്ചവനെ ദീർഘായുസ്സ ആഫിയത്തിന് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. അത് എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ വരും, അതിൻ്റെ ആ സ്വഭാവം, എൻ്റെ കുട്ടിനോടുള്ള സ്നേഹവും കാട്ടിക്കൂട്ടലൊക്കെ. അങ്ങനത്തെ ഉമ്മാനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നവൾക്ക്? അതൊക്കെ ഓരോ ഭാഗ്യം പോലല്ലേ. പഠിച്ചവൻ ചിലപ്പോൾ നമുക്ക് അങ്ങനെ നല്ലത് തരും, ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. എല്ലാം അള്ളാഹു വിചാരിക്കുന്ന പോലല്ലേ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? സമയം രാത്രിയായി തുടങ്ങി. അന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് നുസൈബ റൂമിലേക്ക് വന്നു. അവൾ കുറച്ച് പഠിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ അധികം ടൈമില്ലല്ലോ, വെറുതെ വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ. അവൾ ആ ടേബിളിനടുത്ത് ഇരുന്നു കൊണ്ട് അവളുടെ പുസ്തകം മറിച്ച് നോക്കുകയാണ്. അനിയത്തിമാരെല്ലാം ഉറങ്ങിയിട്ടുണ്ട്. നുസൈബ പഠിക്കുകയാണ്. പെട്ടെന്നതാ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അതെ, ഇന്നലെ വന്ന അതേ നമ്പറിൽ നിന്ന് തന്നെയാണ്. ഹായ് എന്നേ വിട്ടിട്ടുള്ളൂ. എന്താ ഞാൻ ചെയ്യുക? ഞാൻ തിരിച്ച് റീപ്ലൈ ചെയ്യണോ? അത് ആരാണെന്ന് ശരിക്കും മനസ്സിലായി. നുസൈബ ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ കിടന്നു. അതാ വീണ്ടും മെസ്സേജിൻ്റെ സൗണ്ട്. അല്ലാ, നുസൈബയുടെ കൈകൾ വിറച്ചു. ജീവിതത്തിൽ ഇതുവരെയായിട്ട് ആർക്കും മെസ്സേജൊന്നും അയച്ചിട്ടില്ല, അങ്ങനെ തെറ്റായ രീതിയിലൊന്നും. ഹേയ്, എന്താ റബ്ബേ ഞാൻ ചെയ്യുക? അവൾ പേടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നു. എന്താണ് ഇത്രയധികം ഭയം എനിക്ക്? ഹായ് എന്ന് മെസ്സേജ് അയച്ചു. രണ്ടാമത്തെ മെസ്സേജ് അവൾ വായിച്ചപ്പോൾ റീപ്ലൈ ഒന്നും തന്നില്ലല്ലോ. അടുത്ത മെസ്സേജ് അതാണ്, അതെ, ഒരു ചോദ്യചിഹ്നം. യെസ് ഓർ നോ പ്ലീസ്. അല്ലാ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് യെസ് എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, പിന്നെ നോ എന്ന് പറയാനും എനിക്ക് കഴിയുന്നില്ല. നോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഇഷ്ടമല്ല എന്നാണ്. യെസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കും. ഞാൻ എന്ത് ചെയ്യും? നുസൈബക്ക് പേടിയായി. അവളുടെ കൈകൾ വിറക്കുകയാണ്. ടൈപ്പ് ചെയ്യാൻ വേണ്ടി അവളുടെ ആ വിരലുകൾ സ്ക്രീനിലേക്ക് വന്നപ്പോഴും അവൾക്ക് ധൈര്യം വരുന്നില്ല. വേണ്ട, അത് തെറ്റല്ലേ. ഹേയ്, ഒരിക്കലും പാടില്ലല്ലോ അങ്ങനെയൊന്നും ചെയ്യാൻ. പക്ഷേ നോ എന്ന് പറഞ്ഞാൽ ആ ഷമ്മാസ് അതവൻ തന്നെയായിരിക്കും. അവൻ്റെ ആ നോട്ടം എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് ആഴ്ന്നിറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുക? ഇതൊരു പക്ഷേ എൻ്റെ ഉമ്മയും ഉപ്പയും അറിഞ്ഞാൽ അത് വളരെയധികം വലിയൊരു തെറ്റല്ലേ, ആകെ പ്രശ്നമാവും. അത് ചെയ്യണോ? മിനിഞ്ഞാന്ന് എന്നെ ഒരു കൂട്ടർ കാണാനും വന്നു.
അപ്പോൾ ആ ഒരവസ്ഥയിൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഇത് പൊറുക്കുമ്പോൾ പഠിച്ചോനെ എന്ത് ചെയ്യണമെന്നറിയാതെ നുസൈബ പേടിച്ച് നിൽക്കുകയാണ്. അതാ അടുത്ത മെസ്സേജ് വരുന്നു. എന്നെ ഇഷ്ടമാണോ? പ്ലീസ് ആൻസർ. ദയവായി മറുപടി തരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്ത് പറയാനാ? നുസൈബ അതാ ടൈപ്പ് ചെയ്യുന്നു. യെസ് ഓർ നോ അത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യെസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടും. നോ എന്ന് പറഞ്ഞാലും അതൊരു വിഷമം. തൽക്കാലം നുസൈബ അതാ ടൈപ്പ് ചെയ്യുന്നു. അറിയില്ല. അതെ, എന്ത് പറയണം എനിക്കറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും അവിടെ നിന്നതാ മെസ്സേജ്. എന്തുകൊണ്ട്? എന്തറിയില്ല? എനിക്ക് ഒന്നും അറിയില്ല സത്യമായിട്ടും. നുസൈബ അതാ ആ സ്മൈലി വിടുന്നു. കണ്ണീരൊഴുകുന്ന ഒരു സ്മൈലി. അപ്പോഴതാ തിരിച്ച് റീപ്ലൈ. എന്തു പറ്റി? എന്തിനാ കരയുന്നത്? നുസൈബ തിരിച്ചയച്ചു. ഹേയ് ഒന്നുമില്ല. അവൻ വീണ്ടും എന്നാലും എന്നോട് പറഞ്ഞൂടെ മനസ്സിലെ വിഷമങ്ങൾ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഒന്നുമില്ല. നുസൈബ അതാ വീണ്ടും മെസ്സേജ് അയക്കുന്നു. സത്യമായിട്ടും എൻ്റെ കുട്ടി എന്നോടെല്ലാം തുറന്നു പറയുമോ? ഷമ്മാസ് വീണ്ടും. എൻ്റെ കുട്ടി എന്നുള്ള ഒരു വാക്ക് അത് നുസൈബയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് പുളകം കൊള്ളിച്ചു. ഇതുവരെയായിട്ട് എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ 8 മാസത്തോളം ജീവിച്ചതാണ്. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പദപ്രയോഗം പ്രയോഗിച്ചിട്ടില്ല ഒരിക്കലും. ആദ്യമായി എൻ്റെ കുട്ടി എന്ന് എന്നെ വിളിക്കുന്നത് ദാ ഷമ്മാസാണ്. അവൻ സത്യത്തിൽ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? എന്നോട് സ്നേഹമുണ്ടായിട്ടാണോ അതോ വെറും അഭിനയമാണോ? എന്താണാവോ? നുസൈബക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് ആ വാക്ക് അവൾ വീണ്ടും വീണ്ടും നോക്കി. എൻ്റെ കുട്ടിക്ക് എന്താ വിഷമം? എന്നോട് പറഞ്ഞൂടെ എല്ലാം? നിന്നെ കേൾക്കാൻ ഇതാ ഞാനിവിടെ ഉണ്ടല്ലോ. എല്ലാം പറയാം നിനക്ക്. എല്ലാം എന്നോട് തുറന്നു പറയണം. ഷമ്മാസ് അതാ മെസ്സേജ് അയക്കുന്നു. വീണ്ടും വീണ്ടും നുസൈബ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോവുകയാണ്. ഹേയ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ തന്നില്ല. എന്നെ ഇഷ്ടമാണോ? വീണ്ടും നുസൈബ ആ എഴുത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പഠിച്ചോനെ, ഞാൻ എന്താ പറയാ? എനിക്കത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ ഒറ്റയ്ക്ക്. ഞാൻ എങ്ങനെ തീരുമാനിക്കാനാ? അല്ലെങ്കിലും ഒരാൾ എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആണെന്ന് പറയാൻ, അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യുക? ഇദ്ദേഹത്തെ നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ ഒരു പക്ഷേ നുസൈബ പറഞ്ഞതുപോലെ അത് വലിയൊരു നഷ്ടമായിരിക്കും. എൻ്റെ ജീവിതത്തിലേക്ക് ഇതുവരെ ആരും ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടില്ല. ഇല്ല, സത്യമായിട്ടും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ഭർത്താവുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഇതുപോലെയുള്ള സ്നേഹത്തോടുള്ള ഒരു വാക്കുപോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനത് ആസ്വദിച്ചിട്ടില്ല. എന്നോട് ആദ്യമായി പറയുന്നത് ഇതാ ഇവരാണ്. ഇവരോട് ഞാൻ എന്ത് പറയണം? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ്. അഥവാ ഞാനെങ്ങാനും റീപ്ലൈ കൊടുത്ത് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമോ എന്നുള്ള കാര്യം ഞാൻ ഭയപ്പെടുന്നു. നേരിട്ട് പറഞ്ഞാൽ അത്ര പേടി തോന്നില്ല. പക്ഷേ ഇത് നുസൈബക്ക് പേടിച്ചിട്ട് ഒന്നും എഴുതാൻ കഴിയുന്നില്ല. ഷമ്മാസ് വീണ്ടും ചോദിക്കുന്നു, ഹിജാബി. ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ നുസൈബയുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ അവൾക്ക് തോന്നി.
പഠിച്ചോനെ, കാര്യത്തിൽ തന്നെയാണോ എന്നോട് ഈ സ്നേഹം കാണിക്കുന്നത്? എന്നെ ഹിജാബി എന്ന് വിളിക്കുന്നു. അതെ, അന്ന് വിളിച്ച അതുപോലെ. ഞാൻ എന്താ പറയുക? നുസൈബ ഏതാ മെസ്സേജ് അയക്കുന്നു. ഷമ്മാസ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നീ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. സത്യമായിട്ടും എനിക്ക് ധൈര്യമില്ല. വീണ്ടും ഷമ്മാസിൻ്റെ മെസ്സേജ്. എൻ്റെ ഹിജാബി, നീ എന്തിനാ പേടിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? ആ ഒരു വാക്ക് കേട്ടപ്പോൾ നുസൈബാക്ക് ശരിക്കും മനസ്സിൽ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ പോലെ അനുഭവപ്പെടുകയാണ്. നീ എന്തിനാ ഭയക്കുന്നത്? നിനക്ക് ഞാനില്ലേ? അതെ, ആ ഒരു വാക്ക് വളരെയധികം അവൾക്ക് ഊർജം പകരുന്നതായിട്ട് തോന്നി. ഇതുവരെ ഒരാണിൻ്റെ വായിൽ നിന്ന് അത് ഞാൻ കേട്ടിട്ടില്ല. ഒരാളും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുമില്ല. ഇപ്പോഴിതാ ഒരാൾ എന്നോട് പറയുന്നു, നിനക്ക് ഞാനില്ലേ? നീ എന്തിനാണ് ഭയക്കുന്നതെന്ന്. നുസൈബ എന്ത് പറയണം എന്നറിയാതെ അവൾ ആ ഒരു മെസ്സേജിന് എങ്ങനെയാണ് റീപ്ലൈ കൊടുത്തത്? സത്യമായിട്ടും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ഷമ്മാസ്? അതാ റീപ്ലൈ തരുന്നു. ഹിജാബി, എൻ്റെ മനസ്സിലേക്ക് നീ കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത്. മറ്റൊരു പെണ്ണിനെയും ഞാൻ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല. സത്യമായിട്ടും അള്ളാഹുവാണ് സത്യം. എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതുകൊണ്ട് മാത്രം, എന്നോടൊരു സമ്മതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു മെസ്സേജ് അയച്ചത്. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകും, ഒരിക്കലും വരില്ല നിന്നെ ശല്യം ചെയ്യാൻ. ഷമ്മാസദ കരയുന്ന ഒരു സ്മൈലി ഇട്ടിരിക്കുന്നു. നുസൈബക്ക് അത് കണ്ടപ്പോൾ എന്ത് പറയണം എന്ന് വിചാരിച്ചു. ഹേയ്, വിഷമിക്കണ്ട എന്ന് പറയണം എന്ന് അവൾ കരുതി. പക്ഷേ അവൾക്ക് ധൈര്യമില്ലായിരുന്നു അതൊന്നും പറയണമെന്നുണ്ട്, എന്തൊക്കെയോ എഴുതണമെന്നുണ്ട്, മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ കൈകൾ അതിന് അനുവദിക്കുന്നില്ല. വീണ്ടും ഷമ്മാസിൻ്റെ മെസ്സേജ്. ഹിജാബി, നിൻ്റെ ഒരു റീപ്ലൈക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്കിഷ്ടമാണെങ്കിൽ നീ ഒരു യെസ് പറയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നോ പറയാം. ഷമ്മാസ് വീണ്ടും അതാ കരയുന്ന സ്മൈലി ഇടുന്നു.